സംസ്ഥാനത്തെ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുന്നത് കാത്തിരിക്കുന്നത് 30,000-ലധികം ഉദ്യോഗാർത്ഥികൾ. കാലാവധി നീട്ടുന്നതിനായി 289 റാങ്ക് ലിസ്റ്റുകൾ ഇന്നത്തെ PSC യോഗത്തിൽ പരിഗണിക്കും. അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റാണ് പരിഗണിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റുകളിൽ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നു. അനുരു, ഇപ്പോൾ നിലവിൽ നവംബർ വരെ നീട്ടണമെന്നുള്ള നിർദ്ദേശമാണ്, നവംബർ 30 വരെ നീട്ടണമെന്നുള്ള നിർദ്ദേശമാണ് മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് PSCക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ ഈ ലിസ്റ്റുകൾ നീട്ടുന്നതിന് എതിരായിരുന്നു. അപ്പോൾ ഇന്നത്തെ യോഗം അത് ഏറെ നിർണായകവുമാണ്. PSC യോഗം എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, UDF സർക്കാരിൻ്റെ 2ാം മന്ത്രിസഭാ യോഗത്തിലാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള പ്രഖ്യാപനമെത്തിയത്. അതായത് ഓഗസ്റ്റ് 31 വരെയുള്ള റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ നീട്ടണമെന്നുള്ള ഒരു ശുപാർശയാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് PSCയിലേക്ക് ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏകദേശ കണക്കുകൾ പ്രകാരം 289 റാങ്ക് ലിസ്റ്റുകളാണ് ഈ ഒരു പരിഗണനയിൽ വരിക. ഏകദേശം 30,845 ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റുകളിലുള്ളത്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റുകൾ ഇന്ന് PSC പരിഗണിക്കുമ്പോൾ അതിൽ നൂലാമാലകളും ഏറെയാണ്. കാരണം ഇന്ന് PSCക്ക് ലഭിച്ച ശുപാർശയിൽ അവ്യക്തത ഏറെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ശുപാർശ PSC തള്ളുമോ അഥവാ കൊള്ളുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം സർക്കാർ ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്ന് ശുപാർശ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ശുപാർശയിൽ കൃത്യമായി എന്തുകൊണ്ട് നീട്ടണം എന്നുള്ളത് കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ഒരു സർക്കാർ റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്ന് PSCയോട് ആവശ്യപ്പെടണമെങ്കിൽ അതിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, സംസ്ഥാനത്ത് നിയമന നിരോധനമുണ്ടാകണം. അല്ലെങ്കിൽ നിയമന ശുപാർശകൾ നൽകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സർക്കാരിലോ അല്ലെങ്കിൽ PSCക്കോ ഉണ്ടാകണം. അല്ലെങ്കിൽ 3ാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നിയമനങ്ങൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സർക്കാർ തലത്തിലുണ്ടാകണം. ഇതിൽ 3ാമത്തെ കാര്യമാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ശേഷമുള്ള പത്രസമ്മേളനത്തിൽ VD സതീശൻ വിശദീകരിച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലായതിനാൽ പല ഒഴിവുകളും സർക്കാരിന് PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് VD സതീശൻ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ PSCക്ക് കൈമാറിയ ഈ ശുപാർശയിൽ ഈ കാരണം പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ PSC ഇത് എങ്ങനെ പരിഗണിക്കുമെന്ന് കാണണം. കാരണം PSCയിലെ 19 പേരും LDF നോമിനികളാണ്. ഒരാൾ പോലും UDFിൻ്റെ നോമിനിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അത് എങ്ങനെ PSC കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ PSC എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളതിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നമ്മളൊരു